സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ആകാശത്തെ ചുവന്ന ചായം പൂശി മനോഹരിയാക്കിയിരുന്നു. കൊച്ചി അന്ന് പതിവിലും സുന്ദരിയായിരുന്നു. അറബിക്കടലിനോട് ചേർന്ന് ഒരു പാറക്കെട്ട്. അവിടെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. പോലീസ് ആളുകളെ വകഞ്ഞുമാറ്റി മാറി നിൽക്കാൻ ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു കറുത്ത കളർ മാരുതി ജിപ്സി വന്നു നിന്നു. ഡ്രൈവർ പുറത്തേക്കിറങ്ങി ഡോറ് തുറന്നു കൊടുത്തു. ASP സിയോന പുറത്തിറങ്ങി. സ്വർണ്ണ നിറമുള്ള മുടി തോളൊപ്പം മുറിച്ചിട്ടിരിക്കുന്നു. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ കളർ ജീൻസുമാണ് വേഷം. കടഞ്ഞെടുത്ത ശരീരം. അവൾ പോലീസുകാരുടെ അടുത്തേക്ക് വന്നു. അവർ ബോഡി കാണാനായി മാറിക്കൊടുത്തു. ഓ, വാട്ട് എ ടെറിബിൾ. എനി എവിഡൻസ്? ഇല്ല മാഡം. ഫോറൻസിക് വിദഗ്ധരും ഡോക്ടർമാരും പരിശോധിച്ചു. പക്ഷേ ഒന്നും പ്രതീക്ഷിക്കത്തക്കതായേ ഇല്ല. മറ്റ് 2 കൊലപാതകങ്ങളോടും സമാനമായ അതേ കൊലപാതകം. ദേഹം മുഴുവൻ കടിച്ചു പറിച്ചിരുന്നു, കണ്ണുകൾ പോലും. പോലീസ് ഡോഗ് അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നതല്ലാതെ ഒരു രക്ഷയുമില്ല. അടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. സിയോന ചോദിച്ചു. പരിശോധിക്കുകയാണ് മാഡം. ബോഡി ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിട്ടുകൊടുത്തു. സിയോനയ്ക്ക് ചുറ്റും പത്രലേഖകരും ചാനലുകാരും കൂടി. ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷുകൾ പാഞ്ഞു. ചാനലുകളിൽ ന്യൂസ് അറിവുകൾ വന്നുകൊണ്ടിരുന്നു. കേരളത്തിൽ സീരിയൽ കില്ലറിന്റെ വിളയാട്ടം. 2 കൈകളിലെയും വെയിൻ കട്ട് ചെയ്തിരിക്കുന്നു. ഹെവി ബ്ലഡ് ലോസ് ആണ് മരണകാരണം. പ്രതിപക്ഷ പാർട്ടിയുടെ ജാഥ തുടങ്ങി. നാട്ടിൽ സീരിയൽ കില്ലറിന്റെ വിളയാട്ടം. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി രാജിവെക്കുക. പാർട്ടിക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ചർച്ചകൾ ആരംഭിച്ചു. അടുത്തടുത്ത് 3 കൊലപാതകം. സിയോന തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു വല്ലാത്ത തലവേദന. മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. പ്രതിപക്ഷത്തിന്റെ ബഹളം മന്ത്രിക്ക് തലവേദന ഉണ്ടാക്കുന്നു. അത് DGPയിലേക്ക് പകർന്നു കിട്ടി. ഒടുവിൽ അത് തൻ്റെ തലയിലാണ്. മാഡം, DGP ഓഫീസിലേക്ക് വിളിക്കുന്നു. CI ശിവൻ വന്നു പറഞ്ഞു. എന്താടോ സിയോന ഇത്? 3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഒന്നിനെങ്കിലും തെളിവുണ്ടാക്കാൻ തനിക്ക് കഴിഞ്ഞോ? എന്തിനാടോ താനൊക്കെ ACP എന്ന് പറഞ്ഞ് നടക്കുന്നത്? മറ്റുള്ളവർ കേൾക്കുന്നത് കൊണ്ട് സിയോനയ്ക്ക് നാണക്കേട് തോന്നി. സിയോന, നിങ്ങളെ അസിസ്റ്റന്റ് ചെയ്യാൻ ഇത് CI അബിൻ, ഇത് SI ബിന്ദു. അവർ സിയോനയ്ക്ക് സല്യൂട്ട് അടിച്ചു. സോ ഗസ്, ദിസ് മീറ്റിംഗ് ഈസ് ഡിസ്പോസ്ഡ്. വിത്തിൻ 1 വീക്ക് കേസ് ക്ലോസ് ചെയ്ത റിപ്പോർട്ട് എൻ്റെ മേശപ്പുറത്ത് കിട്ടണം. നവീൻ പേടിച്ച് ബെഡിൽ തന്നെയാണ്. പനിയാണ്. അമ്മ അടുത്തിരുന്ന് തുണി നനച്ച് ദേഹത്തിടുന്നുണ്ട്. അനന്തു, ഒന്നിങ്ങ് വന്നേ. നിങ്ങൾ വണ്ടി എടുക്ക്, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. നെറ്റിയിൽ തുണി നനച്ചിട്ട് എത്ര പെട്ടെന്ന് ഉണങ്ങുന്നതെന്ന് നോക്കിക്കേ. നവീൻ ഒരു ഞെരുക്കത്തോടെ തിരിഞ്ഞു കിടന്നു. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോകേണ്ട. നീ എന്താ മോനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ഒരുത്തി മരുന്ന് വാങ്ങാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. നീ എന്തിനാ ഈ സമയത്ത് അവളെ വിട്ടത്? നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല. തങ്കം മെഡിക്കൽ ഷോപ്പിൽ നിന്നും പാരസെറ്റമോൾ വാങ്ങി. പുറത്തേക്കിറങ്ങി ഒരു ഓട്ടോയും കാണുന്നില്ല. അല്ലെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ അങ്ങനെയാണ്. സന്ധ്യ കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സിരകളിൽ ലഹരിയുമായി യുവത്വം നശിപ്പിക്കുന്ന ചെറുപ്പക്കാർ ചുറ്റിലും ഉണ്ടാകും. അവൾ കുറച്ചുകൂടെ മുൻപോട്ട് നടന്നു. അപ്പോഴാണ് ഒരു പറ്റം യുവാക്കൾ 3-4 ബൈക്കുകളിലായി അവളുടെ പുറകെ വന്നത്. തങ്കം, അവൾ പേടിച്ച് ഒരു സ്ഥലത്ത് നിന്നു. എങ്ങോട്ടാ? വാ, കയറിക്കോ, ഞങ്ങൾ കൊണ്ടാക്കാം. അവൾ വിറയ്ക്കാൻ തുടങ്ങി. ആ പേടിയോടെയുള്ള നിൽപ്പ് കാണാൻ എന്തൊരു ഭംഗിയാ, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അവർ അവൾക്ക് ചുറ്റും വട്ടമിട്ട് കറങ്ങി. ഒരാൾ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരുത്തൻ അവളുടെ സാരിയുടെ തുമ്പത്ത് പിടിച്ചു വലിച്ചു. അവൾ ഞെട്ടലോടെ മാറിലേക്ക് 2 കൈയും ചേർത്ത് മറച്ചു പിടിച്ചു. എന്നെ ഉപദ്രവിക്കരുത്. പെട്ടെന്നാണ് ഒരു വെളുത്ത ഇന്നോവ അവരുടെ മുൻപിൽ വന്ന് നിർത്തിയത്. അതൊന്ന് കുലുങ്ങി, പിന്നെ നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരാൾ പുറത്തേക്കിറങ്ങി. സംഹാരകൻ പ്രണവ് മഹാദേവൻ. അവൻ ഒരു ചിരിയോടെ പുറത്തേക്കിറങ്ങി. എന്താ മക്കളെ പ്രശ്നം? താൻ ആരാടോ? ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ തീർത്തുകൊള്ളാം, താൻ പോയേ. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. തങ്കം അല്ലേ? അതേ എന്നവൾ തലയാട്ടി. വാ, വന്ന് വണ്ടിയിൽ കയറി, ഞാൻ കൊണ്ടാക്കാം. എന്തോന്ന്? അവരെല്ലാവരും കൂടി ചിരിച്ചു. ഒരാൾ പ്രണവിൻ്റെ അടുത്തേക്ക് വന്നു. പ്രണവ് നിഷ്പ്രയാസം അവൻ്റെ തലയിൽ പിടിച്ചൊന്ന് തിരിച്ചു. അവനൊരു അലർച്ചയോടെ താഴേക്ക് വീണു. വാ, ഓരോരുത്തരായി വാ. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഒരുത്തൻ ഓടി അവനെ ഇടിക്കാനായി വന്നു. അവൻ്റെ നെഞ്ചിലായിരുന്നു പ്രണവിൻ്റെ ആദ്യ ഇടി. 2 പേർ ചെന്ന് തങ്കത്തിൻ്റെ കയ്യിൽ പിടിച്ചു. പ്രണവ് കാലുയർത്തി ഒരൊറ്റ ചവിട്ട്. അവൻ പുറകിലേക്ക് തെറിച്ചു വീണു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു പ്രണവിൻ്റെ ഓരോ ഇടിയും തൊഴിയും. 3 പേരൊരുമിച്ച് നിലത്തേക്ക് വീണു.
ഒരുത്തൻ എളിയിൽ നിന്നും കത്തി വലിച്ചൂരി. അവൻ പ്രണവിന്റെ നേരെ പാഞ്ഞു വന്നു. പ്രണവ് ഷൂ ഇട്ട കാല് മുകളിലേക്ക് ഉയർത്തി. കത്തി മുകളിലേക്ക് തെറിച്ചു പോകുന്നത് കണ്ടു. അതേ വേഗത്തിലൊന്ന് വട്ടം കറങ്ങി അവന്റെ നെഞ്ചിൻ കൂട് നോക്കി ഒന്ന് കൊടുത്തു. സർ, പുറകിൽ, തങ്കം പേടിയോടെ വിളിച്ചു പറഞ്ഞു. ഇരുമ്പ് നിണ്ടുമായി ഒരുത്തൻ പുറകിൽ. പ്രണവ് മുമ്പിലേക്ക് കുനിഞ്ഞ് ഇടത്തേക്ക് ചെരിഞ്ഞു. ഇരുമ്പുവടി ഉയർന്നു പൊങ്ങിയപ്പോൾ അവൻ ചാടി അതിൽ പിടിച്ചു. ഒരൊറ്റ കറക്കം അതുമായി വന്നവന്റെ മുഖത്തേക്ക്. വന്ന് വണ്ടിയിൽ കയറ്, പ്രണവ് തങ്കത്തിനോട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഏറ്റുമുട്ടാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം വാ, എനിക്ക് സമയമില്ല. ആരെങ്കിലും ആശുപത്രിയിൽ വിടണോ? അവർ ഒന്നും മിണ്ടിയില്ല. എങ്കിൽ ശരി, പിന്നെ കാണാം. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡോറടിച്ച് വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നെ വേഗത്തിൽ മുമ്പോട്ട് ഓടിച്ചുപോയി. ഹേമചന്ദ്രനും ഹേമയും 2 ദിവസത്തേക്ക് കടയിൽ പോയില്ല. ഹേമ മോളുടെ അടുത്ത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആരും വരാറില്ല. കല്യാണി അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ആരാണ് മോളെ? ആ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഹേമ ഹേമചന്ദ്രനോട് പറഞ്ഞു. നമ്മുടെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. മോളെ, നിനക്ക് കൂടുതൽ ശ്രദ്ധിക്കാമായിരുന്നു. അവൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ. അവളുടെ മനസ്സിനാണ് വളർച്ചയില്ലാത്തത്, ഹേമചന്ദ്രൻ പറഞ്ഞു. ആരായാലും ഞാൻ വെറുതെ വിടില്ല. പുറത്ത് ഏതോ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഹേമ ജനലിൽ കൂടെ നോക്കി. ഒരു കറുത്ത മാരുതി ജിപ്സി. നീ ആരാണെന്ന് നോക്ക്, പോലീസ് വണ്ടിയാണല്ലോ. ഡോക്ടർ, ഇനി പോലീസിൽ അറിയിച്ചിരിക്കുമോ? വേണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ. എന്തായാലും നീ ചെന്ന് വാതിൽ തുറക്ക്. അപ്പോഴേക്കും കല്യാണി വാതിൽ തുറന്നിരുന്നു. സിയോനെയാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയത്. കൂടെയുള്ള പോലീസുകാരോട് അവൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഹേമചന്ദ്രൻ പുറത്തേക്ക് വന്നു. എന്താ മേഡം? അകത്തേക്ക് വരൂ. സിയോന അകത്തേക്ക് കയറി. വീടിനുള്ളിലേക്ക് നോക്കി. നല്ല ഭംഗിയുള്ള വീട്. തടി കൊണ്ടുള്ള പണിയാണ്. വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്പം പഴയതാണ്. മേഡം ഇരിക്കൂ. സിയോന ഇരുന്നു. ഇതെൻ്റെ ഭാര്യയാണ് ഹേമ. ഹേമ സിയോനയെ നോക്കി കൈകൂപ്പി. സിയോന അവരെ നോക്കി ചിരിച്ചു കാണിച്ചു. കുടിക്കാൻ? ഒന്നും വേണ്ട. മേഡം വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. മേഡം കാര്യത്തിലേക്ക് വാ. ഹേമചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ സിയോന അയാളുടെ മുഖത്തേക്ക് നോക്കി. താങ്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയാൾ അവളെ തുറിച്ചു നോക്കി. പിന്നെന്തിനാണ് പോലീസിനെ ഭയക്കുന്നത്? ഭയമോ? അയാളൊന്ന് ചിരിച്ചു. അടുത്ത ദിവസങ്ങളിൽ 2-3 കൊലപാതകങ്ങൾ നടന്നത് അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞു. അതും നിങ്ങളിവിടെ വന്നതും തമ്മിലെന്താ കണക്ഷൻ? നവീൻ ആരാണ്? മോനാണ്. മോനോ എന്ന് വെച്ചാൽ മകളുടെ ഭർത്താവ്. ഞങ്ങൾക്ക് മോനെ പോലെയാണ്. അയാളുടെ സുഹൃത്തുക്കളാണ് 3 പേരും കൊല്ലപ്പെട്ടത്. അറിഞ്ഞിരുന്നു. നവീൻ ആളെങ്ങനെയാ? നല്ല പയ്യനാണ്. മോളെങ്ങനെയാണ് മരിച്ചത്? സിയോന ചോദിച്ചു. സോറി, വിഷമിപ്പിക്കാൻ ഞാൻ ചോദിച്ചതല്ല. അത് ആക്സിഡൻ്റ് ആയിരുന്നു മേഡം. നവീനുമായി എങ്ങനെയായിരുന്നു? നല്ല സന്തോഷത്തിലായിരുന്നു. അന്ന് നടന്ന കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അയാൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. ബിസിനസ് ആകുമ്പോൾ തീർച്ചയായും ശത്രുക്കൾ ഉണ്ടാവും. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ശത്രു ഉണ്ടായിരുന്നു. ആരായിരുന്നു? മേഡത്തിന് കേൾക്കാൻ സമയം ഉണ്ടാവുമോ? ഒരു നിമിഷം സിയോന പറഞ്ഞു. അവൾ പുറത്തേക്ക് പോയി. പോലീസുകാരെ പറഞ്ഞു വിട്ടു. എൻ്റെ ഹസ്ബൻഡ് വന്നോളൂ. അവൾ വീണ്ടും സെറ്റിയിൽ വന്നിരുന്നു. നമ്മുടെ ഈ കൊച്ചി ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. അത്ര വലിയ വ്യവസായികൾ എന്ന് പറയാൻ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വ്യക്തിക്ക് തന്നെ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാകും. അന്ന് ഇവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് തന്നെ പറയാം നമ്പ്യാർ വെട്ടത്തിൽ. അദ്ദേഹത്തിന് അന്ന് സ്വർണം, മയക്കുമരുന്ന് എന്നിവയുടെ കയറ്റുമതിയുണ്ട്. ഒരുപാട് ഗ്യാങ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കൊല്ലാനും ചാകാനും തയ്യാറായിട്ടുള്ളവർ. നമ്പ്യാർ എന്ന വ്യവസായ സംരംഭം കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ചു കിടന്നിരുന്നു. നമ്പ്യാർ എന്തൊക്കെ കള്ളത്തരം ചെയ്താലും നമ്പ്യാർ ഗ്രൂപ്പിന് എതിരെ തിരിയാൻ ഒരു പോലീസുകാരും തയ്യാറല്ല. അയാളുടെ കള്ളത്തരം അറിയുന്നവർ പേടിച്ച് പ്രതികരിക്കുകയുമില്ല. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടന്ന അയാളുടെ വ്യവസായ സംരംഭത്തിൽ ചോറിലെ കല്ല് പോലെയായിരുന്നു എൻ്റെ ബിസിനസ്സുകൾ. പലതവണ അയാൾ അത് ചോദിച്ചു. പക്ഷേ ഞാൻ തയ്യാറായില്ല ഒന്നും വിൽക്കാൻ. പല മാർഗങ്ങളും അയാൾ സ്വീകരിച്ചു. എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവാം അയാൾ പിൻവാങ്ങി. അവസാനമായി എന്നാണ് അയാളെ കണ്ടത്? ഹേമചന്ദ്രൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം അയാളും ഫാമിലിയും എൻ്റെ വീട്ടിൽ വന്നു. എല്ലാം പറഞ്ഞവസാനിപ്പിച്ചു. 2 ദിവസം കഴിയുമ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും ക്ഷണിച്ചിരുന്നു. എന്നിട്ട് അവർ വന്നോ? ബർത്ത്ഡേ ആഘോഷം നടന്നില്ല. അയാളുടെ വാക്കുകൾ പിന്നീട് പുറത്തേക്ക് വന്നില്ല.
അയാളുടെ മനസ്സിലെ സംഘർഷം സിയോനയ്ക്ക് മനസ്സിലായി. കണ്ണുകൾ ചുവന്നു. കുറച്ചു വെള്ളം അയാൾ ഭാര്യയോട് പറഞ്ഞു. ഹേമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സിയോനെ കാണാതെ അത് തുടയ്ക്കുന്നത് അവൾ കണ്ടിരുന്നു. അല്ല, എന്തിനു മേഡം ഇതൊക്കെ ചോദിക്കുന്നത്? ഹേമചന്ദ്രൻ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് നിങ്ങളുടെ പരാതിയെക്കുറിച്ച് അറിഞ്ഞത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളുടെ മകൾ മരിച്ച കാര്യവും നവീൻ നിങ്ങളുടെ മരുമകനാണ് എന്നും അറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉറപ്പായും അതിനെപ്പറ്റി അന്വേഷിക്കാം. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. എത്ര മക്കളാണ്? മോനെ കൂട്ടി 3 പേരാണ്. മോൾ മരിച്ചുപോയി. മോനെ കാണാതായി. ഇളയ മകൾ ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാണ്. മോൾ എവിടെ? പനിയാണ്. ആശുപത്രിയിലായിരുന്നു. ഉറങ്ങുകയാണ്. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മേഡം? ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. നവീൻ്റെ കാര്യം എന്തിനാ മേഡം അന്വേഷിക്കുന്നത്? അവൻ എന്തെങ്കിലും? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കും മേഡം. മകളുടെ മരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരൂഹത തോന്നിയിട്ടുണ്ടോ? ഹേമചന്ദ്രനും ഹേമയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയില്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പം തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. സിയോന ഫോണെടുത്ത് ഹസ്ബൻഡിനെ വിളിച്ചു. ഐ ആം ഓൺ ദ വേ, സി യു. ഓക്കെ ഡിയർ, കം സൂൺ. ഒരു വെളുത്ത ഇന്നോവ മുറ്റത്തേക്ക് വന്നു. ഹേമചന്ദ്രനും ഹേമയും കൂടി സിയോനയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി. കാറിൽ നിന്നും സിയോനയുടെ ഭർത്താവ് പുറത്തേക്കിറങ്ങി. അദ്ദേഹം സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഒരു ചിരിയോടെയാണ് കയറി വന്നത്. ഇതാണ് എൻ്റെ ഭർത്താവ്. അവർക്കെവിടെയോ അദ്ദേഹത്തെ കണ്ടതായി തോന്നി. മോനെ എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ളതുപോലെ. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. 2 പേരുടെയും കാലുകളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അയ്യോ, ഇതെന്തീ കാണിക്കുന്നത്? അദ്ദേഹം അങ്ങനെയാണ് മുതിർന്നവരെ കണ്ട അനുഗ്രഹം വാങ്ങാറുണ്ട്, സിയോന പറഞ്ഞു. അവർ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എങ്കിൽ പിന്നെ എനിക്കും കൂടി തന്നേക്കൂ. അവളും അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. 2 പേരും അകത്തേക്ക് വാ, കോഫി കുടിക്കാം. മോൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. മോൻ എന്നല്ലേ വിളിച്ചത്? അങ്ങനെ തന്നെ വിളിച്ചോളൂ. കല്യാണി, ഹേമ അകത്തേക്ക് നോക്കി വിളിച്ചു. അമ്മ കോഫി ഉണ്ടാക്കുമോ? ഹേമ ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ മോൻ എന്നല്ലേ വിളിച്ചത്, അതുകൊണ്ട് ഞാനും അമ്മ എന്ന് വിളിച്ചോട്ടെ. ഹേമയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് പോയി. ഞങ്ങളുടെ മോൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രായമായിരുന്നേനെ, ഹേമചന്ദ്രൻ പറഞ്ഞു. മോൻ്റെ വീട് പാലക്കാട്. മോൾ എറണാകുളത്തേക്ക് വന്നതുകൊണ്ടാണോ മോനും വന്നത്? അല്ല, എനിക്ക് ബിസിനസ്സാണ് എറണാകുളത്ത്. എന്ത് ബിസിനസ്സാണ്? മഹാദേവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അറിയുമോ? അറിയാതെ പിന്നെ, അത്രയും വലിയൊരു വ്യവസായ സ്ഥാപനം അറിയാതിരിക്കുമോ? ഞാൻ കേട്ടിട്ടുണ്ട് അവരെ മോനെ പറ്റി. അദ്ദേഹത്തിൻ്റെ കഴിവാണെന്ന് പ്രണവ് മഹാദേവ്. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അത്രയും ജീനിയസ് ആയ ഒരു കുട്ടിയെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഹേമയോട് പറയാറുണ്ട് അദ്ദേഹത്തെ പറ്റി. ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോളൂ. അതെന്താണ്? സിയോന ചോദിച്ചു. ഞങ്ങളുടെ മകൻ്റെ പേര് പ്രണവ് എന്നായിരുന്നു. ആ പ്രായത്തിലുള്ള കുട്ടികൾ കയറി വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. എങ്കിലങ്കിൽ ധൈര്യമായി പരിചയപ്പെട്ടോളൂ, സിയോന ഭർത്താവിനെ ചൂണ്ടി പറഞ്ഞു. ഹേമചന്ദ്രൻ വിശ്വാസം വരാതെ ഒന്നുകൂടി സിയോനയെ നോക്കി. അതെ അങ്കിൽ, കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ആളിത് തന്നെയാണ്. അവൾ ഏറുകണ്ണിട്ട് പ്രണവിനെ നോക്കി. അവൻ അപ്പോഴും ചിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണോ ഇദ്ദേഹത്തെ കാണുന്നത്? കണ്ടിട്ടുണ്ടാവാം മോളെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആളെ പറഞ്ഞ് കേട്ടറിയാം. ഫോട്ടോയിലൊന്നും പ്രണവിന് പ്രത്യക്ഷപ്പെടാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ടാവാം അങ്കിൾ കാണാത്തത്. ഹേമ ചായയുമായി വന്നു. അവൾ തന്നെ എല്ലാവർക്കും എടുത്തു കൊടുത്തു. ഹേമ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഹേമചന്ദ്രൻ പറഞ്ഞു. ഇതാരാണെന്ന് അറിയാമോ? മേഡത്തിൻ്റെ ഭർത്താവ്. അതാണ്. അതല്ലാതെ? ഇതാണ് പ്രണവ് മഹാദേവ്. ഹേമ അത്ഭുതത്തോടെ അവനെ നോക്കി. അതാണ്, എവിടെയോ കണ്ട നല്ല പരിചയം പോലെ. നമ്മളുമായി ഒരുപാട് നാളത്തെ പരിചയമുള്ള ആരെയോ പോലെ എനിക്ക് തോന്നി. ഈ മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയാറില്ലേ, അതുപോലൊരു ഫീല്. ഒരുപക്ഷെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാവാം. പ്രണവ് ആസ്വദിച്ച് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉറപ്പായും നിങ്ങളുടെ മകനെ ഞാൻ മുൻപിൽ കൊണ്ടുവരും, എൻ്റെ വാക്കാണ്. എത്ര തന്നെ തടഞ്ഞു നിർത്തിയിട്ടും ഹേമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹേമചന്ദ്രൻ്റെ മുഖവും മ്ലാനമായിരുന്നു. എന്നാലും ഇത്രയും പണവും സ്വാധീനവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് മോനെ കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത്? സിയോനയുടെ ഉള്ളിൽ തികട്ടിയ വാക്കുകൾ അറിയാതെ പുറത്തേക്ക് വന്നു. പോലീസുകാരെ മാത്രം ആശ്രയിച്ചതെന്താ? മറ്റൊരു വഴിയും തേടിയില്ലേ? അവർ നിസ്സഹായതയോടെ പരസ്പരം നോക്കി. സിയോന, പ്രണവ് ദേഷ്യത്തിൽ വിളിച്ചു. അവൻ അത്രയ്ക്കും ദേഷ്യം വന്നാൽ മാത്രമേ
തന്നെ സിയോന എന്ന് വിളിക്കുകയുള്ളൂ. അവൾ ഒന്നും മിണ്ടാതെ വേഗം ചെന്ന് വണ്ടിയിൽ കയറി.